അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഇപ്പോൾ റീസെൻ്റ് നടന്ന PSC എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ബേസിക് ഫാക്ട്സാണ്. ഒന്ന് കേട്ടിരുന്നാൽ മാത്രം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം. കേരളക്കരയിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടക. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഭൂപ്രകൃതി. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3 തരംതിരിക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതികളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാടാണ്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. കേരളത്തിൻ്റെ മലനാട് പ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചിറങ്ങുന്ന മലനിരകൾ അറിയപ്പെടുന്നു പശ്ചിമഘട്ടം. സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട മേഖല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. സൈലന്റ് വാലിക്ക് ആ പേര് വരാനുള്ള കാരണം ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് സിംഹവാലൻ, കുരങ്ങുകളും. ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെ അറിയപ്പെടുന്നു ഇടനാട്. മലനാടെന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ്. ഇടനാട് എന്ന് പറയുന്നത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നു ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം പ്രത്യേകതയായി വരുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട്. ഇടനാടിൻ്റെ കിഴക്കേ അതിരാണ് മലനാട്. ഇടനാടിൻ്റെ പടിഞ്ഞാറേ അതിരാണ് തീരപ്രദേശം. ഇടനാടിൻ്റെ കിഴക്കേ അതിര് മലനാട്, ഇടനാടിൻ്റെ പടിഞ്ഞാറേ അതിര് തീരപ്രദേശം. ഇനി തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്നു തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ളത്. മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിൽ, ഇടനാടാണെങ്കിൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണെങ്കിൽ അത് തീരപ്രദേശമാണ്. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. കേരളത്തിൽ അതികഠിനമായ ചൂടോ തണുപ്പോ അനുഭവപ്പെടാതിരിക്കാനുള്ളതിൻ്റെ പ്രധാന കാരണം ഈ കടലിൻ്റെ സമീപമാണ്. കാലാവസ്ഥ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്ന മാസം ജൂണാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നു കാലവർഷമല്ലെങ്കിൽ ഇടവപ്പാതി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നു കാലവർഷമല്ലെങ്കിൽ ഇടവപ്പാതി. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്നതാണ് തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്നതാണ് തുലാവർഷം. കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്ന മാസം ഡിസംബറാണ്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് ഫെബ്രുവരി മധ്യത്തോടെയാണ്. കേരളത്തിലെ നദികൾ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളെല്ലാം ഉത്ഭവിക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ ഒഴുകുന്ന നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കൊടങ്ങര പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടങ്ങരപ്പള്ളം പുഴ. കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകിയെത്തിച്ചേരുന്ന നദി ഭവാനി നദിയാണ്. കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നു കായലുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടാണ്. പൂക്കോട്ട് തടാകം ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. കൃഷിയും ജനജീവിതവും. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങും നെല്ലും. തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട്.
കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം. ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ഉത്സവമാണ് ഓണം. കേരളത്തിൽ റെയിൽവേ പാതകളില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്. കേരളത്തിലെ റെയിൽവേ പാതകളില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്. ഇപ്പം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടെന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. ഇടനാടെന്ന് പറയുമ്പോൾ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്ററോട് താഴോട്ട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കാലവർഷവും ഇടവപ്പാതി. തുലാവർഷം എന്നറിയപ്പെടുന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ്. കേരളത്തിൽ ഒഴിയുന്ന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. 3 കിഴക്കോട്ട് ഒഴുകുന്നു: കബനി, ഭവാനി, പമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കൊടങ്ങനപ്പുഴ ഇത് സ്ഥലത്തുള്ളതാണ് അട്ടപ്പാടി. കേരളത്തിലെ കായലുകൾ, ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നു തടാകങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്ട്, വയനാട്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്ന വിളകളൊക്കെയാണ് തെങ്ങും നെല്ലുമാണ്. തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾ ഏറ്റവും അനുയോജ്യമായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നത് മലനാട്ടിലാണ്. കേരളത്തിലെ റെയിൽവേ പാതകളില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്.